കളിത്തോക്ക് അയച്ചു തന്ന യൂത്ത് ലീഗിനെ സ്നേഹപൂർവ്വം ഒരു കൊട്ട നാരങ്ങ തിരിച്ചു കൊടുത്തുവിടുന്നു. പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ ഇതിരിക്കട്ടെ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത്. കാരണം ഇത് മറ്റാരുമല്ല, വിവാദ നായകനായ ഭരണകക്ഷി MLA ആയ CPM നോമിനിയായ PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഭരണകക്ഷി MLA ആയിട്ടും തോക്കിൻ്റെ ലൈസൻസിന് വേണ്ടി അപേക്ഷ കൊടുത്ത PV അൻവറിനെ പരമാവധി പരിഹസിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് കളിത്തോക്ക് ഇവർക്ക് അയച്ചു കൊടുത്തത്. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ PV അൻവർ കൃത്യമായിട്ട് യൂത്ത് ലീഗ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കൊട്ട ചെറുനാരങ്ങയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ അടിക്കുറിപ്പോട് കൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂത്ത് ലീഗ് നൽകിയ മറുപടി കത്തുന്ന ഈ വിവാദങ്ങൾക്കിടയിൽ ഇപ്പോൾ ചിരിയാവുകയാണ്. അൻവർ നൽകിയ മറുപടി വളരെ രസകരമായി തന്നെയാണ് അത് സാമൂഹ്യ ട്രോൾ മേഖലയിലെല്ലാം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ എതിരാളികൾക്ക് നർമ്മവും പരിഹാസവും നിറഞ്ഞ കടുത്ത മറുപടിയുമായിട്ടാണ് MLAയുടെ പോരാട്ടം. ജീവന് ഭീഷണിയുണ്ടെന്ന് പലതവണ ആവർത്തിച്ച അൻവർ തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നു. ഇതിനായി കളക്ടർക്ക് അപേക്ഷ നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് പരിഹാസവുമായി യൂത്ത് ലീഗ് എത്തിയത്. ഒരു കളിത്തോക്ക് അൻവറിന് അയച്ചു നൽകി. ഈ കളിത്തോക്കിനെയാണ് പകരം ഒരു കൊട്ട നാരങ്ങ കൊണ്ട് ഫേസ്ബുക്കിൽ PV അൻവർ നേരിടുന്നത്. നാരങ്ങാ വെള്ളം കലക്കിയിരുന്നോ എന്ന് മാത്രമല്ല, പരിമിതികൾ മാത്രമുള്ള എന്ന വിശേഷണവും സ്നേഹപൂർവ്വം ചേർക്കാൻ PV അൻവർ മറന്നില്ല. നിരവധി കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കളിത്തോക്കിന് ഒരു ചെറുനാരങ്ങ മാത്രം മതിയായിരുന്നു അമ്പൂക്ക, ഒരു കൊട്ട ചെറുനാരങ്ങയ്ക്കുള്ള വില ആ കളിത്തോക്ക് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിലെ കമൻറ്റുകളായിട്ട് വരുന്നത്. ഒരു കമൻറ്റ് ആദ്യം മഞ്ഞ നിറത്തിൽ പഴുത്ത നാരങ്ങയുടെ ചിത്രമാണ് പോസ്റ്റിൽ ഉപയോഗിച്ചത്. ഇതിന് പിന്നാലെ പഴുത്ത നാരങ്ങയായി പോയല്ലോ സഖാവേ, നമുക്ക് പ്രിയം പച്ചനാരങ്ങ എന്ന് കമൻറ്റ് വന്നു. ഇതോടെ പോസ്റ്റിലെ ചിത്രം മാറ്റി പച്ച നാരങ്ങയാക്കി. തൊട്ട് പിന്നാലെ വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: പച്ചനാരങ്ങ തന്നെ തിരഞ്ഞെടുത്തത് നന്നായി, സന്തോഷമാവട്ടെ, പച്ചക്കൊടിയോ കാണാനില്ല. പച്ചനാരങ്ങ കൊണ്ടെങ്കിലും ഇതോടൊപ്പം നിങ്ങളെ ട്രോൾ ഗ്രൂപ്പിൻ്റെ ആസാര അഡ്മിനായി പ്രഖ്യാപിക്കുന്നു എന്നും ചിലർ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഉണ്ടായത്. ഏതായാലും PV അൻവർ തൊടുത്തുവിട്ട ഭൂതത്തെ തടുക്കാനാകാത്ത അവസ്ഥയിലാണ് ഈ പറയുന്ന അഴിമതിക്കാരായ സംഘികളായ ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവർ. പിണറായി സർക്കാരിനെ തകർക്കാൻ വലിയ തോതിൽ ഗൂഢാലോചന നടത്തി തൃശ്ശൂരിലെ പൂരം കലക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും സുരേഷ് ഗോപിക്ക് ഈസി വാക്ക് ഓവർ പൂർത്തിയാക്കി കൊടുത്ത പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ളവരും PV അൻവറിൻ്റെ അമ്പിന് പിന്നാലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഓരോ ദിവസം കഴിയും തോറും UDFൻ്റെ മേഖല കൂടുതൽ കലുഷിതമായ ഭൂമിയിലേക്ക് നീങ്ങുകയാണ്. വളരെ നിലപാടുള്ള പ്രഖ്യാപനം നടത്തിയ PV അൻവറിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അല്ലെങ്കിൽ പാർട്ടി തന്നെ രംഗത്തുള്ളപ്പോൾ യൂത്ത് ലീഗുകാരും മറ്റുള്ളവർക്കും വെറുതെ വെള്ളം കുടിച്ചിരിക്കാൻ മാത്രമേ സമയം കിട്ടൂ. സ്വന്തം ഭരണമുള്ളപ്പോൾ സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സ്വന്തം മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ ചില ഉന്നതർക്കെതിരെ ഒരാരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, ഒരു തെറ്റിനെ തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ പോലും ആർജവമില്ലാത്ത പരിമിതിയിലൊരുങ്ങിയ യൂത്ത് ലീഗിന് ഈ ചെറുനാരങ്ങയിൽ കുറഞ്ഞ ഒരു സമ്മാനവും നൽകാനില്ല.